ഹായ് ഞാൻ ദീപ. ഇന്ന് നമ്മൾ കസിൻസ് ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റേക്കേഷന്റെ വ്ളോഗാണ്. ഇത് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോസ് ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് ഷോർട്സ് അല്ലെ റീൽസ്, ഇൻസ്റ്റയിൽ റീൽസ് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോസ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ബിനിയാണ്, ബിജുവിന്റെ എത്രാമത്തെയാണ്, 1, 2, 3 മൂന്നാമത്തെ പെങ്ങളാണ്. ബിജുവിന് 4 പെങ്ങന്മാരാണ്. അപ്പൊ കഴിഞ്ഞ തവണ മൂത്ത ചേച്ചിയും ഇളയ അനിയത്തിയും പപ്പയും മമ്മിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നെയ്യാറ് പോവാനായിട്ട്. അപ്പൊ ഇത്തവണ നടുക്കത്തെ 2 പെങ്ങന്മാരാണ് വന്നേക്കുന്നത്. ബിനി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. പിള്ളേരൊക്കെ ആയിട്ട് രാവിലെ തന്നെ വന്നു. അപ്പൊ അവരെയും കൊണ്ട് ശംഖുമുഖത്തൊക്കെ ഒന്ന് കറങ്ങി നിന്നപ്പോഴത്തേക്കും ബിൻസി, ബിജുവിന്റെ രണ്ടാമത്തെ പെങ്ങളാണ്, ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ അവരുടെ അവർ കെട്ടിച്ചേക്കുന്ന കൊല്ലത്താണ്. അപ്പൊ കൊല്ലത്തുനിന്ന് അവര് വരാനാണ്. ഇതാണ് ബിൻസി. അപ്പൊ അവര് വരാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശംഖുമുഖത്തൊക്കെ ഒന്ന് പോയത്. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് നെയ്യാറിലേക്ക് വിട്ടു. ഉച്ചയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോ അവിടുത്തെ ഫസ്റ്റ് പരിപാടി സമുദ്ര സദ്യ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ ഒന്നാമത് വിശന്ന് വയ്യാണ്ടാണ് ചെന്നത്. അപ്പം ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡിലോട്ട് കടന്നു. കാരണം വിശന്ന് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ എപ്പോഴും വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫുഡിനെ പറ്റിയിട്ടാണ്. അപ്പൊ എനിക്കും ഈ അടുക്കളയിലൊന്നും കയറാതിരുന്ന് കഴിക്കാന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇത് നമ്മള് ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന കണക്കല്ല. അവിടെ 2 അമ്മമാരാണ്, നമ്മുടെയൊക്കെ വീട്ടിലുള്ള പോലെ 2 അമ്മമാര് ഇന്നുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം ഫുഡിന്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അവിടെ പുതിയതായിട്ട് ഒരു അഡീഷൻ നമ്മുടെ നെയ്യാർ ഹെറിറ്റേജിൽ വന്നേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളാണ്. അപ്പം കുറേ നാളായി നമ്മളവിടെ പൂള് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചേക്കുന്നു. അപ്പോൾ ഈ തവണയാണ് അതിനുള്ളൊരു ഇത് കിട്ടിയത്. അതൊരു വെറൈറ്റി രീതിയിലാണ്. സാധാരണ നമ്മൾ പൂൾ എന്ന് പറയുമ്പം മറ്റേ നീല ടൈൽസ് ഇട്ട പൂളാണല്ലോ എല്ലാ മറ്റേ റിസോർട്ടിലൊക്കെ കാണാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ഒരു കൃത്രിമമായ വെള്ളച്ചാട്ടവും പിന്നെ ഇങ്ങനത്തെ ഒരു ലുക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു പൂളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇനോഗ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളായിട്ട് പോയിട്ട് അതിന് മുന്നേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ഓൾമോസ്റ്റ് ആദ്യമായിട്ടൊക്കെ ചെല്ലുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പം പിള്ളേരെല്ലാം എക്സൈറ്റഡ് അതിനായിരുന്നു, പൂളിൽ ചാടാൻ വേണ്ടിയിട്ടായിരുന്നു. അതും നല്ല രസമാണ്. നേരെ നോക്കുമ്പം അങ്ങോട്ട് നെയ്യാർ റിസർവോയറിന്റെ സൈഡാണ് കാണുന്നത്. പിന്നെ അവിടെ പൂളിൽ ഇറങ്ങാനായിട്ട് എല്ലാവരും ഇങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നു. ഊണ് കഴിഞ്ഞതും എല്ലാം ഇറങ്ങി ഓടി. അപ്പൊ ഞാനൊന്നും അങ്ങനെ ഇന്ന ഡ്രസ്സ് വേണം എന്നുള്ള രീതിയിലൊന്നല്ല ചെന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമ്മള് ചെന്ന് പോയതിന്റെ പിറ്റേ ആഴ്ച തൊട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ നമ്മള് അന്ന് പോയില്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ബുക്കിംഗ്, ഇപ്പം ഈ വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പൊ അവിടെ. അപ്പൊ അന്ന് നമ്മൾ പോയത് നന്നായി. നമ്മൾ പോയത് ഏപ്രിൽ പകുതിയോടെയാണ്. നമ്മൾ ഏപ്രിൽ ഒരു 2nd വീക്ക് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ പോയത്. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അപ്പൊ പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ചാടാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ബിജുവും മറ്റേ പുള്ളിയും മാത്രമേ ഉള്ളൂ അത്യാവശ്യം നീന്തൽ അറിയാവുന്നത്. നമുക്കൊന്നും നീന്തൽ അറിയാത്തതുകൊണ്ട് ഇപ്പൊ വലിയ ആഴമൊന്നുമില്ല. ഒരു സൈഡിൽ പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റുന്ന അത്ര ആഴവും, മറു സൈഡിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ആഴം കൂടി വരുന്നത്. എങ്കിൽ പോലും നമ്മുടെ കഴുത്തറ്റം, ഒരു നെഞ്ചിന്റെ അറ്റം വരെയൊക്കെ നമുക്ക് വെള്ളമുള്ളൂ കേട്ടോ. അപ്പം സേഫാണ്. പിന്നെ നമ്മൾ അവിടെ ഒരു 2 മണിക്കൂർ ഇതിനകത്ത് തന്നെയായിരുന്നു. പിള്ളേരൊക്കെ ആനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത് പ്ലാൻ ചെയ്ത സമയത്തൊക്കെ ഇവർക്ക് ജലദോഷവും പിന്നെ ശ്വാസമുട്ടലും ഒക്കെ കയറിയിട്ട് നമ്മള് ഡോക്ടറെയൊക്കെ പോയി കണ്ടു. പറഞ്ഞു ഇങ്ങനെ അടുത്ത 2 ആഴ്ച അടുപ്പിച്ച് നമുക്ക് ഇങ്ങനെ യാത്രകളുണ്ട്. അപ്പൊ ഒത്തിരി ഒന്ന് തേക്കടിയിലോട്ടും പോകും, ഒന്ന് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഉള്ള പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തേക്ക്, ഇൻഹേലർ എടുത്തു തുടങ്ങിക്കോന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇൻഹേലർ ഒക്കെ എടുത്ത് വന്നെങ്കിലും വെള്ളത്തിൽ ചാടിയതിന്റെ പിറ്റേന്ന് തൊട്ട് ഇവക്ക് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതമായി പോയി. എനിക്ക് തോന്നുന്നു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇവള് കംപ്ലീറ്റ്ലി. കാരണം ചെറിയ ജലദോഷവും ശ്വാസമുട്ടലും ആയിട്ടാണ് അവള് വരുന്നത്. പക്ഷെ വന്ന് വെള്ളത്തിലൊക്കെ ചാടി ഒരു 2 മണിക്കൂറോളം തല നനഞ്ഞു തന്നെ. എനിക്ക് പേടിയായിരുന്നു ശരിക്കും ഇനി പണി കിട്ടുമോന്നൊക്കെ ഉള്ളത്. പക്ഷെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവൾക്ക് നീന്തൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. മുങ്ങിക്കിടക്കുന്നു, നീന്തുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അന്നയ്ക്കൊക്കെ ആണെങ്കിലും അന്ന ഓൾറെഡി ഇതുപോലത്തെ പരിപാടിക്കൊക്കെ അല്ലാതെ അവള് ഫ്രണ്ട്സിന്റെ കൂടെയും പള്ളിയിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ പോവാറുണ്ട്. അപ്പൊ അവൾക്കതൊരു വലിയ പുതുമയല്ലെങ്കിൽ എനിക്കിത് പുതുമയാണ്. പിന്നെ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഞാനും അത് കഴിഞ്ഞപ്പോൾ പയ്യെ ഇറങ്ങി.
എനിക്ക് ഞാൻ ഓൾറെഡി നീന്തലൊക്കെ പഠിക്കാൻ പോയതിനു ശേഷം എനിക്ക് ചെറിയ പേടിയുണ്ട് വെള്ളത്തിനോട്. നീന്തൽ പഠിക്കാൻ പോയി ഫ്ലോപ്പായ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് എന്താണ്, ഞാൻ എൻ്റെ സ്ഥാപനങ്ങളല്ലാതെ വേറെ പുറമേ നിന്നുള്ള ഒന്നും സ്പോൺസർ ചെയ്യാറില്ലല്ലോ, അല്ലെങ്കിൽ എന്താ സ്പോൺസർ അല്ല, പ്രൊമോഷൻ ചെയ്യാറില്ലല്ലോ. സ്പോൺസേർഡ് ആഡ്സ് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യാറില്ല. പക്ഷെ ഇത് നമ്മുടെ തന്നെ സ്വന്തം സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ഇറങ്ങി കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് അതിന്റെ റീൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര റീച്ചായിരുന്നു. അത്യാവശ്യം കുറെ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു സന്തോഷം. അതിനുശേഷം ഇപ്പം അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട് അവിടെ. അപ്പം രസമായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു. പൂള് പിന്നെ തല ഫുള്ള് നനയ്ക്കാനുള്ള ഒരു ധൈര്യം ഒന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെയുള്ളൊരു വേഷത്തിൽ വല്ലായിരുന്നു. ശരിക്കും അതിന്റെ മറ്റേ എന്താ അതിന് പറയുന്നത്, നൈലോണിന്റെ ഡ്രസ്സോ അത് വേണമല്ലോ, അതൊന്നും ഇട്ടിട്ടല്ല ഞാൻ ഇറങ്ങിയത്. അന്നയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ആ ടൈപ്പ് ഡ്രസ്സ്. പിന്നെ അതെ, ബിജുവിന് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ബാക്കി പിള്ളേരെല്ലാം അല്ലാണ്ട് വന്ന ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. എനിവേ നല്ലൊരു പരിപാടിയായിരുന്നത്. അപ്പൊ ഉച്ച കഴിഞ്ഞ് പൂളിലൊക്കെ കുത്തിമറിഞ്ഞതിന് ശേഷം ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് റെഡിയായി. ഞങ്ങള് എന്താണ് ചായ ഒക്കെ കുടിച്ചിട്ടാന്ന് തോന്നുന്നു. യെസ്, ചായ ഒക്കെ കുടിച്ചിട്ട് പയ്യെ നമ്മളവിടെ അടുത്തുള്ള ഒരു കാളിപാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ് ഒരു ക്ഷേത്രമാണ്. പാറയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഒരു അരമണിക്കൂർ നല്ല കുത്തനെ കയറ്റമാണ്. ഒരു എന്താണ് ഒരു അരമണിക്കൂർ നമുക്ക് ഒരു ഹൈക്കിംഗ് പോലൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ഒട്ടും വിചാരിച്ചല്ല എനിക്ക് പോവാൻ പറ്റുന്നത്. കാരണം ഓൾറെഡി നല്ല പെയിൻ ഒക്കെ എടുത്തിരിക്കുന്ന ഒരു സമയമാണ്, ചൂട്, ഇതെല്ലാം കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പകുതി വഴി എത്തുമ്പം ചത്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും നമ്മളൊരു 5:30 ആ ടൈമിലെങ്ങാണ്ടാണ് കയറി തുടങ്ങിയത്. എല്ലാവരും ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ കുറേശ്ശെ കയറി ഫുള്ള് എന്താണ് പാറ തന്നെയാണ്. അപ്പൊ മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. മഴ പെയ്തിരുന്നേ നമ്മൾ എന്താണ് പണി കിട്ടിയാനെ, കാരണം തെന്നി പോവല്ലോ. അപ്പൊ മഴയൊന്നും പെയ്തില്ല, എന്നാ അത്ര വെയിലും ഇല്ല. 5:30 സമയമാണല്ലോ. അപ്പോ കുറെ ഇടത്തൊക്കെ നമുക്ക് ഇങ്ങനെ കമ്പികളുണ്ട്, അതേ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറാം. കുറെ ഇടത്ത് ഒരു രക്ഷയില്ല. നമ്മൾ ആരെങ്കിലും ഒരാളെയും കൂടെ ഇങ്ങനെ പിടിച്ച് കയറണം. അപ്പൊ എനിക്ക് ഇത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന ഒരു സാഹസിക അറ്റംപ്റ്റ് ആണ്. കാരണം എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഒരു എനിക്കൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ എന്തായാലും കുറച്ചൊക്കെ കയറി തുടങ്ങിയപ്പോഴത്തേക്കും അപ്പൊ നോർമലി ഇടുന്ന ചപ്പൽ പറ്റത്തില്ല, ഷൂസ് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഷൂസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇച്ചിരി ഇങ്ങനെ ഗ്രിപ്പ് കിട്ടുന്ന ഒരു റബ്ബറൈസ്ഡ് പോലത്തെ ഒരു ചെരുപ്പാണ്. അപ്പൊ ആ ചെരുപ്പിട്ടിട്ട് അത് ഇച്ചിരി കൂടെ എനിക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ കമ്പിയെ പിടിച്ച് പിന്നെ ഇതെന്റെ ഓർമ്മയിൽ എനിക്ക് നിക്കണം, എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റി എന്ന്. ഈ കൈയും കഴുത്തും കാലും തലയും ഒക്കെ വേദന എടുത്തിരിക്കുന്ന ആൾക്ക് ഇത് പറ്റും എന്നുള്ളൊരു ഒരു ഇതിന്റെ പുറത്ത് കയറി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആരെ നോക്കാൻ പോകുന്നില്ല, പിള്ളേരെ ഒന്നും ഞാൻ നോക്കത്തില്ല. ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ക്യാമറയൊക്കെ എന്റെ മറ്റൊരു അത് ഞാൻ ഇച്ചിരി വീഡിയോ ഉള്ള, കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ ബാഗൊക്കെ ഇടുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പം ഇച്ചിരി വീതിയോ ഉള്ള എന്തോ പറയുന്നത് ടോട്ട് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. മാളിൽ ചെല്ലുമ്പോൾ വെള്ളം വേണമല്ലോ, അപ്പൊ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മറ്റേ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഒന്നും അല്ല. എനിക്ക് ശരിക്കും പറഞ്ഞ ജസ്റ്റ് ഇൻസ്റ്റ റീൽസ് മതിയായിരുന്നു. അപ്പൊ ഒരുവിധം ഞാൻ എത്തി മുകളിൽ എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ പറയേണ്ടത് വ്യൂ ആണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നെയ്യാർ ഡാം ഫുൾ കാണാം. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കേറി, അത് നമ്മൾ പലയിടത്തും നിന്നാണ് കേട്ടോ കയറി വന്ന് നമ്മള് സൂര്യാസ്തമനമൊക്കെ കണ്ട്. അവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇടി വെട്ടിയപ്പോഴത്തേക്കും അത് പോയി എന്നങ്ങാണ്ടാണ് പറഞ്ഞത്. അവിടെ ഇപ്പോഴും പൂജയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പം അവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ചെരുപ്പിട്ട് അകത്തോട്ട് കയറാൻ പാടില്ല. അപ്പൊ ഒരു സൈഡ് കഴിയുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ഒരു കുറെ അധികം പോർഷൻ നമ്മൾ ചെരുപ്പിടാണ്ടാണ് മുകളിലോട്ട് കയറേണ്ടത്. അപ്പൊ ഇപ്പം ഈ കയറി വന്ന് നിൽക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ ചെരുപ്പ് ഇടാതെ, അത് അമ്പലത്തിന്റെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് കേട്ടോ.
ചെറിയൊരു അമ്പലമാണ്. അപ്പം നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ തിരിച്ചിറങ്ങി. കയറുന്നതിനെക്കാട്ടിലും ഇറങ്ങുന്നതായിരുന്നു പാട്. അപ്പം എനിക്ക് ആകെപ്പാടെയുള്ള ഈ മലകയറ്റം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് മലയാറ്റൂർ മല കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിടിച്ച് കയറാമെങ്കിൽ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അത് പക്ഷെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി, വെയിറ്റ് ചെയ്ത്. ഇത് അങ്ങനല്ല, ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് താഴോട്ട് പടപട ഇറങ്ങണം. അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്ത് ബിൻസിയുടെ കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു സപ്പോർട്ടിലാണ് ഇറങ്ങിയത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് എന്നെ പറ്റി തന്നെ ഈ ഫൈബ്രോമൈൽജി ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, അപ്പൊ ഇനി ഇതല്ല ഇതിനപ്പുറം ചാടിക്കടക്കാം എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായ ഒരു സമയമാണ്. തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടായിരുന്നു തലവേദന. ഈ മല കയറിയതുകൊണ്ട് എനിക്ക് തലവേദനയോ ശരീരവേദനയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കാല് പിടിച്ചു, അതായത് ഒരു കാലിൽ മാത്രം പ്രഷർ ഇട്ടാണ് ഞാൻ തിരിച്ച് ഇറങ്ങിയപ്പോ എനിക്ക് ഒരു മുട്ടിന് മാത്രം കുറച്ചും കൂടെ, അത് എപ്പോഴും ഞാൻ നടക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോ ഒരു 2 ആഴ്ച നടന്നാ പിന്നെ ഒരു 2 ആഴ്ച റെസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച പിന്നെ നടക്കാൻ പോകും അങ്ങനെ. അപ്പൊ അങ്ങനെ നടക്കുമ്പോ എനിക്ക് എപ്പോഴും ഒരു മുട്ടിനാണ് കയറി പ്രശ്നം പറ്റുന്നത്. അതേ മുട്ടിന് ഈ കയറ്റം ഇറങ്ങിയ സമയത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ആ മുട്ടിന്റെ ഇത് കാരണം രാത്രി എനിക്ക് നല്ലോണം ഇങ്ങനെ മസിൽ കയറുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ ബോഡി പെയിനോ അങ്ങനെ തലവേദനയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റിഫ്നെസ്സോ അതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മുട്ടിനും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മേ ബി ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മുറിക്കുമൊക്കെ അങ്ങനെ എക്സസൈസ് ഒന്നും അങ്ങനെ മുടക്കുന്നില്ല. അത്യാവശ്യം നടക്കുകയും സ്ട്രെച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നോണ്ടായിരിക്കും കേട്ടോ. ചുമ്മാ ഇരുന്നിട്ട് ഇത് കയറാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിജു എപ്പോഴും പറയും ഇങ്ങനെ കാളിപാറ പോകാം. ഇവരൊക്കെ സ്ഥിരം പോകുന്നതാന്ന് തോന്നുന്നു. ഇവരെപ്പോഴും ഇവിടെ വന്നിട്ട് സ്ഥിരം അങ്ങോട്ട് പോവാറുണ്ട്. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് പോകാം എന്ന് മനസ്സ് ഉറപ്പിച്ചങ്ങ് പോയത്. സംഭവം കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒത്തിരി രാത്രിയായി. പിന്നെ നമ്മള് വെറുതെ കുറച്ചു നേരം വാചകമൊക്കെ അടിച്ച് പിന്നെ അടുത്ത ഡിന്നറിലോട്ട് കടന്നു എന്നുള്ളതാണ്. പിള്ളേർക്കൊക്കെ കളിക്കാൻ ചെറിയ പാർക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ പോയി പാർക്കിലൊക്കെ ഇരുന്ന് കുറച്ചു നേരം. പിന്നെന്തുവാ, പിന്നെ അവിടെ ഇപ്പൊ പുതിയ 2 ഹട്ട് വന്നിട്ടുണ്ട്. ഹട്ടില് എന്താണ് ഇതാണ് ഹട്ട്. ഹട്ടിലെന്ന് പറഞ്ഞ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ എന്താണ് കുറച്ച് ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ വന്ന് കുറച്ചു നേരം എന്താ വാചകമൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയൊരു ഇതാണ് ഹട്ട്. ഇത് കുറച്ചും കൂടെ അല്ലാതെ നമുക്ക് പിന്നുള്ളത് 4 സ്യൂട്ട് റൂംസ് ആണ്. അപ്പൊ നമ്മൾ 2 സ്യൂട്ട് റൂംസ് ആണ് എടുത്തിരുന്നത്. 2 അല്ല 3, നമ്മൾ 3 സെറ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടത്തെ ഫുഡ് കിഡിലനായിരുന്നു കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ വൈകിട്ട് പൊറോട്ട ചപ്പാത്തി അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫേവറേറ്റ് നമ്മുടെ കപ്പയും അത് പിന്നെ ഉള്ളിച്ചമ്മന്തി ആയിരുന്നു. ഞാൻ പിന്നെയും കഴിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ രാവിലെ എണീറ്റ് ഇവിടെ എല്ലാരും ഉറക്കം. അപ്പൊ എനിക്ക് പിന്നെ എപ്പോഴും എങ്ങനെ അലാറം വെച്ചാലും ഇല്ലെങ്കിലും നമ്മളൊരു 5:30-6 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടെങ്കിൽ പോരും. അപ്പം ആ സമയത്ത് എണീറ്റ് കുളിച്ച് റെഡിയായി പുറത്തോട്ട് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ്. നമ്മള് ബാൽക്കണി റൂമാണ് എടുത്തിരുന്നത്. എൻ്റെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. കുറച്ചും കൂടെ നേരത്തെ എണീക്കണമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നി. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തൊരു റീല് പോലെ ഇട്ടിരുന്നു. ഇതിന്റെ ഒരു ഭംഗി രാവിലെ ഇങ്ങനെ ആസ്വദിക്കുന്ന പോലത്തെ ഒരു റീൽ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. അതിന് എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ. ബിജു ഒക്കെ എന്നോട് ചോദിച്ചു ഇത് ദീപം ഒറ്റ. ഞാൻ പറഞ്ഞു ഞാൻ ബിജുവിന്റെ പുറകെ നടക്കായിരുന്നു, ബിജു എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരുമോ. അപ്പം ബിജു എണീറ്റിട്ട് വേണ്ടേ വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ തന്നെ സെൽഫി സ്റ്റിക്ക് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ, അതായത് അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ. ഞാനിങ്ങനെ വന്ന് ഇരുന്ന് കുറച്ചു നേരം ആടി, പിന്നെ ഞാൻ തന്നെ തിരിച്ചു ചെന്ന് വീഡിയോ ഓഫാക്കി ഇതെല്ലാം കട്ട് ചെയ്ത് ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എന്താണ് ഇതൊന്നും അല്ല, സംഭവമൊന്നും അല്ല. ഞാനിത് റീൽ എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതെല്ലാം കൂടെ ഞാൻ പെറുക്കി ഒരു വീഡിയോ ആക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് നടന്ന കാര്യമാണ്. ഞാനിപ്പം മെയില് വീഡിയോ ഇടുക എന്ന് വെച്ചാൽ അതെനിക്ക് അത്രയും വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി തിരക്കായി പോയി. ചങ്ങനാശ്ശേരി നിന്നൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം
പണികൾ കയറി, പിന്നെ പിള്ളേർ വീട്ടിലുണ്ട്. ഇതൊന്നും അങ്ങോട്ട് അടുക്കും ചിട്ടയിലൊന്നും നടക്കുന്നില്ല, നമ്മുടെ റൂട്ടീനൊന്നും സെറ്റ് ആവുന്നില്ലല്ലോ. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് വീഡിയോയിൽ എനിക്ക് അത്ര ഭംഗിയിൽ എടുക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പയ്യനെ എണീറ്റ് വന്നു. ശരിക്കും ഈ സമയത്ത്, അതായത് ഇപ്പൊ ഒരു 6:30-7 മണി സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മായം കടവുണ്ട്. അപ്പൊ അവിടെ പോയി നമുക്ക് കാലൊക്കെ നനച്ച് റെഡി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ കറക്റ്റ് സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവും. പക്ഷെ എന്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം എന്റെ നേരെ എനിക്ക് തോന്നുന്നു ബിൻസിയൊക്കെ നേരത്തെ എണീറ്റായിരുന്നു, ബിനിയും ഒക്കെ നേരത്തെ എണീറ്റായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവര് പിള്ളേരെല്ലാം കിടപ്പാ. അവര് ഇന്നലെ പോയതിന്റെ ക്ഷീണത്തിലാണോ അതോ വയ്യാഞ്ഞിട്ടാണോ എന്തോ. ബിജു പിന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ബിജു നോർമലി എണീക്കുന്നത് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ രാവിലെ എണീക്കാറുള്ളൂ. അപ്പം ബിജു ഒക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് 8:30-9 മണിയായി. പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്ത് മായം കടവ് അങ്ങോട്ടേക്ക് പോയത്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മള് ഇവിടുന്ന് കുറച്ച് യാത്ര ചെയ്തിട്ടാണ് നമ്മള് ആ പൂളിന്റെ അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്നതാണ് മായം കടവ്. അങ്ങോട്ടേക്ക് പോയത് ഈ കാണുന്നതാണ്. നല്ല രസമാണ് ആ സ്ഥലം. പക്ഷെ നല്ല വെയിലത്താണ് നമ്മൾ പോയത്. അവിടെ നല്ല രസമാണ്. അവിടെ കുറച്ചു നേരം എല്ലാരും മറ്റേ കല്ലൊക്കെ എറിഞ്ഞ് ഇങ്ങനെ കല്ലിങ്ങനെ തെന്നിച്ച് കളിക്കുന്ന പരിപാടിയൊക്കെ കളിച്ച് കാലൊക്കെ നനച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടികൾ രണ്ടും ഇട്ട് ഭയങ്കര വണ്ടികളുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് രാവിലെ വരണം, രാവിലെ വന്നാലേ ഇവിടെ ഒരു രസമുള്ളൂ. ഇപ്പൊ നല്ല കരി വെയിലത്താണ് നമ്മൾ. എനിക്കൊന്ന് 9:30-10 മണി ആ ടൈം ആയി. അപ്പൊ ആ വെയിൽ കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാളിപാറ കയറിയിട്ടൊന്നും എനിക്ക് ഇല്ലാത്ത ക്ഷീണം എനിക്ക് ഇവിടെ ഒരു അരമണിക്കൂർ വെയിൽ കൊണ്ടപ്പോഴത്തേക്കും ആയി. എന്നുവെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ചേക്കുന്ന കണ്ടിട്ട് അങ്ങനൊന്നും പറയണ്ട. കാരണം എനിക്ക് ഈ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് എന്റെ കണ്ണ് കയറി പണിയായി. പിന്നെ എനിക്ക് ഒരു 2 ദിവസത്തേക്ക് ഞാൻ കിടന്നു പോകും കേട്ടോ. അപ്പം ഇപ്പൊ ഞാൻ അങ്ങനെ ആൾക്കാരെന്ത് വിചാരിക്കും നോക്കാറില്ല. ഞാൻ എവിടെ പോയാലും ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചോണ്ടേ പോകാറുള്ളൂ. അപ്പൊ കുറെ നേരം പിള്ളേര് എല്ലാം ഓടിക്കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസ്, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ കാലൊക്കെ നനച്ച് നല്ല ക്ലിയർ വെള്ളമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവിടെ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം വന്ന് ഇവിടെയൊക്കെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാ പോകുന്നേ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വരും കേട്ടോ. അവിടെ നമ്മൾ വന്നപ്പോഴും അവിടെ ആൾക്കാർ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം വെള്ളവടി പാർട്ടീസ് ഒക്കെ ആണോ എന്നറിയാനായിട്ട് വന്നാന്ന് തോന്നുന്നു. എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ചു വന്ന് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ പാക്ക് ചെയ്ത് പിന്നെ പയ്യനെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അല്ലാണ്ട് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ പിന്നെയും കുറെ കുന്നും മലയും കാടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്കൊന്നും നമുക്ക് ഇപ്പൊ ഒരു ഒറ്റ ദിവസത്തെ പരിപാടി എന്നുള്ള രീതിയിൽ, അതായത് ശനിയാഴ്ച വന്ന് ഞായറാഴ്ച പോവാന്നുള്ള പരിപാടി പ്ലാൻ ചെയ്തിരുന്നോണ്ട് നമ്മൾ അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. നിന്ന് കാണാനാണെങ്കിൽ പിന്നെയും ഇതുപോലെ ഈ കുന്നും മലയും കാടും ഒക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ നമുക്ക് മറ്റേ നെയ്യാർ ഡാം പോവാം. പക്ഷെ ഇപ്പൊ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നെയ്യാർ ഡാം ആ ഏരിയയിലോട്ടൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നെയ്യാർ ഡാം നമ്മൾ കണ്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പോയത് മറ്റേ കോട്ടൂർ ആനസങ്കേതമായിരുന്നു. ആനേനെ കുളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഉള്ളത്. അതും എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്കുള്ള വഴിയിൽ എന്തോ പണി നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. പിന്നെ അവിടെ തന്നെയുള്ള കുട്ടവഞ്ചി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഇപ്പൊ ബോട്ടിംഗ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ കുട്ടവഞ്ചിയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പുറത്തേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ വെയിൽ കാരണം നമുക്ക് പുറത്തിറങ്ങാനുള്ള ആരോഗ്യവും ആവതും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പയ്യെ കെട്ടൊക്കെ പൂട്ടി നമ്മൾ മടങ്ങി. അപ്പൊ നെയ്യാറിന്ന് തിരിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് ലുലുവാണ്. ലുലുവിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫൺ ടൂറായിട്ട് കുറച്ചു നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ച് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലേക്ക് ഞങ്ങൾ പിരിഞ്ഞു. അവര് ചങ്ങനാശ്ശേരിയിലോട്ട് പോയി, ഞങ്ങൾ വീട്ടിലോട്ടും. യാത്രയുടെ ക്ഷീണം കാരണം ഞങ്ങൾ ഉറങ്ങിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ വൈകിട്ട് ആസ് യൂഷ്വൽ ബാക്ക് ടു നോർമൽ റൂട്ടീനിലേക്ക് വന്നു. അതിന്റെ അടുത്ത ആഴ്ചയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയതും തേക്കടിയിലോട്ടൊക്കെ പോയത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.